ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ പെപ്പർ മസാല ആക്കുന്നത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മട്ടൻ്റെ വേവിക്കുന്നു. കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 5 വിസിലിട്ടിട്ട് വേവിപ്പിക്കാം. അപ്പൊ ഇതൊരു 5 വിസിലാണ്. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിലേക്ക് മസാലക്ക് വേണ്ടിയത് ടൊമാറ്റോ, നീരുള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, പിന്നെ മട്ടൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത് മസാല റെഡിയാക്കാം ഫസ്റ്റ്. ഇതിന്റെ കുറച്ച് തേങ്ങ ഉണ്ടാവില്ലേ, ചട്ടി ചൂടുണ്ട്, തേങ്ങ കുറച്ച് കച്ചപ്പര, പിന്നെ പച്ചമുളക്, പിന്നെ ശുണ്ടി, പിന്നെ വെള്ളുള്ളി നല്ലത് ചതച്ചത്, പിന്നെ ഒരു 3 നീരുള്ളി, ചെറിയ നീരുള്ളി മുറിച്ചത്, നീരുള്ളി കുറച്ച് റോസ്റ്റാകും. കുറച്ച് ഉപ്പ് ഇടുന്നത്, കുറച്ച് ഉപ്പ്, ഫ്രൈ ആയി. അപ്പൊ നിങ്ങൾക്ക് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ 3 ടൊമാറ്റോ അല്ലേ, 3 ടൊമാറ്റോ ഇത് നല്ലപോലെ മിക്സ് ആക്കണം. കുക്കറിൽ ഒരു 4 വിസിലായി. ഇപ്പോ പിന്നെ 2 വിസിലായാൽ കഴിയും. അത് ഇറച്ചി വേവും. അതിൽ കാലി ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിരുന്നു അതിലേക്ക്. ഇത് മസാലക്ക് നീരുള്ളി, ടൊമാറ്റോ, പച്ചമുളക്, പിന്നെ കച്ചപ്പല, പിന്നെ ഉപ്പ്, പിന്നെ തുഞ്ചി, പിന്നെ വെള്ളുള്ളി അത് കുത്തിയിട്ട് പൊടിയാക്കി. ടൊമാറ്റോ നല്ല ബെന്ത് ചട്നി ആയി. ടൊമാറ്റോ അപ്പൊ ഇതിലേക്ക് മസാല എല്ലാം ഇടാം. മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. ഇതെല്ലാം മല്ലിപ്പൊടി എന്നിട്ട്. പിന്നെ മട്ടൻ മസാല പിന്നെ കുരുമുളക് പൊടി 2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ കുറച്ച് ഉപ്പ്. ഇപ്പൊ മസാല റെഡിയായി. അപ്പൊ ഇത് നല്ല ഒരു വേവാണ്. ഈ പൊടിന്റെ നല്ലൊരു പച്ചമണം പോലെ നല്ല ഫ്രൈ ആക്കണം. ഇതിന്
എന്നിട്ട് ഈ കുക്കറിലുള്ള ഇറച്ചിനെ ഇതിലൊക്കെ ഇടുന്ന. ഇതൊരു നല്ലൊരു പാക്കറ്റ്, അരിപ്പ് നല്ല പാക്കാണ്. മട്ടൻ നല്ല ബന്ധിനാവല്ലേ. അപ്പൊ ഇതിനെ ഞങ്ങൾ മസാലയൊക്കെ ആഡാക്കാം. ഇത് മട്ടൺ റോസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ തണ്ണിയന്ത് ബീത്താനില്ലായിരിക്കും അല്ലെ, കാലി തൊളിയിട്ടുണ്ട്. നല്ല മസാല നല്ല മിക്സ് ആക്കാം. ഫസ്റ്റ് മസാല നല്ല മിക്സ് ആക്കണം. തീ സ്ലോ ആക്കാം. ഇതിപ്പോ നല്ല മണമെല്ലാം വന്നോണ്ട് റെഡിയായി. മസാല റെഡി, നല്ല നല്ല റോസ്റ്റായി. കുരുമുളകിന്റെ മണമെല്ലാം നല്ല വരുന്നു. അപ്പൊ ഞങ്ങളെ മട്ടൻ കുരുമുളക് റോസ്റ്റ് റെഡി ആയി. ഒരു 5 മിനിറ്റ് വരെ സ്ലോ ആക്കിയിട്ട് തീ വെച്ചിട്ട് മൂടിയിട്ട് വേവിച്ചിട്ട് ബന്ധാക്കാം. അതുപോലെ